ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുവാണെങ്കിൽ വമ്പിച്ച വിജയത്തോടു കൂടി, വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് ഉറപ്പുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം എത്ര ഭൂരിപക്ഷം ആളുകൾ ആഗ്രഹിക്കുന്നു എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അതുപോലെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനി ഞാനിവിടെ ഒരു ഫോട്ടോ വയ്ക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. ഇത് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ മുറുകെ പിടിക്കാൻ ഈ ഒരു വ്യക്തിക്ക് അല്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേറെ ആർക്കും കഴിയത്തില്ല, അല്ലേ? അതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണിത്. കണ്ട, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുതുകത്ത് കിടക്കുന്ന പാടുകൾ കണ്ട. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിയെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തി തന്നെയാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അല്ലേ? ഈ ഇപ്പം ഭരണപക്ഷത്തിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നതായിട്ടോ ഏതെങ്കിലും ആളുകൾ ഇതുപോലെ നട്ടലോടുകൂടി ലാത്തിയുടെ മുമ്പിൽ പ്രതിരോധിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു മനുഷ്യനും പ്രതിരോധിച്ചിട്ടില്ല, അല്ലേ? സത്യത്തിനൊപ്പം നിന്ന് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടിയിട്ട് പ്രതികരിച്ച് ശബ്ദമുയർത്തിയ കോൺഗ്രസിൻ്റെ ഒരു പുലിക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ, അല്ലേ? ഇവിടെ നമ്മൾ കണ്ടതാണ്, ഈ ഒരു ആരോപണം വന്ന സമയത്ത് ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരു പട്ടികളും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു സൈഡ് പോലും ആരും കേട്ടില്ല, അല്ലേ? അതാണ് ഈ പാർട്ടിയിലിരിക്കുന്ന ആളുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പതനം ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാതെ വേറെ ആരുമല്ല. ഇവിടെ ഞാൻ ഒരു വാർത്തയുടെ ചെറിയൊരു വീഡിയോ വെച്ച് തരാം. നിങ്ങൾ അതിനകത്ത് പറയുന്നതെന്ന് കേട്ട് നോക്ക്. തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഇപ്പം രാഹുൽ മാങ്കൂട്ടം പറയുന്നതാണ്, തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇനി ഏത് പ്രവർത്തകൻ, തൻ്റെ പാർട്ടിയിലുള്ള ഏത് പ്രവർത്തകൻ വിളിച്ചാലും, ഏത് നട്ടപ്പാതിരിക്ക് വരെ ഞാൻ ചെന്ന് പ്രവർത്തനം ചെയ്യുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏതെങ്കിലും MLA ഏതെങ്കിലും ഒരു പ്രവർത്തകൻ, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പോട്ടെ, പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, VD സതീശൻ, ഇവരാരെങ്കിലും ഇതുവരെ ഇതുപോലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കേരളം മുതൽ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആര് വിളിച്ചാലും, ഏത് പ്രവർത്തകൻ വിളിച്ചാലും പോയി പ്രവർത്തനം ചെയ്യുമെന്ന്, എല്ലാ വീടുകളും കയറി ഇറങ്ങി പ്രവർത്തനം ചെയ്യുമെന്ന് ആരെങ്കിലും ഇതുപോലെ തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടോ? അതിന് ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മാത്രമേ പ്രവർത്തിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതാണ് ഒരു കറകളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു കറകളഞ്ഞൊരു കോൺഗ്രസ്സുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിച്ചു. എന്റെ പൊന്നു സഹോദരൻ, ഞാനിവിടെ MLA വാഹനത്തിലാണ് വന്നത്. അവർ ഭക്ഷണം കഴിക്കാൻ പോയതാ. എന്നൊരു കാര്യം ചെയ്യും, എന്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈകളി ഏറ്റെടുക്കുക. അങ്ങനെയാണെങ്കിൽ അവർ എപ്പോഴും എന്റെ കൂടെ തന്നെ നിൽക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും, ഇവിടെ BJP-യെ CPM-നെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും. കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോൾ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ, മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് പോലും ഒഴിയാതെ എല്ലാ വീടും കയറും. പാർട്ടി ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും CPM BJP മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടിയും എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു നോട്ടം, എൻ്റെ ഒരു ചലനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഐക്യജനാധിപത്യ മുന്നണി കണ്ടല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, കണ്ണടച്ച് തുറക്കുന്ന സ്പീഡിലാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള പല നേതാക്കളും, പല മുതിർന്ന നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ കരിയിലെ പോലെ വലിച്ചെറിഞ്ഞ് തള്ളി പറയുന്നത് നമ്മൾ കണ്ടതാണ്, അല്ലേ? പ്രത്യേകിച്ച് VD സതീശൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. VD സതീശൻ പറഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതൊരു ആരോപണം, അതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണ്? പരാതി പോലും കിട്ടുന്നതിന് മുമ്പാണ്, പരാതി പോലും, ഈ ഒന്നാമത്തെ പരാതിയും രണ്ടാമത്തെ പരാതിയും, ആദ്യത്തെ 2 പരാതിയല്ല, ആദ്യത്തെ 2 ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ആരോപണം കടന്ന് കറങ്ങിയപ്പോഴത്തേക്ക്, ആരോപണം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സ്ക്രീൻഷോട്ടുകൾ വരുന്നു, അതുപോലെ ഓഡിയോ ക്ലിപ്പുകൾ വരുന്നു. അപ്പം അത് നേരിട്ട് പരാതി കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ക്രീൻഷോട്ടും ഓഡിയോയൊക്കെ പുറത്തു വന്നതിൻ്റെ പേരിൽ
അതിൻ്റെ പുറവിലുള്ള സത്യം എന്താണ്, അതിൻ്റെ പുറവിലുള്ള കള്ളക്കളി എന്താണെന്ന് പോലും ചിന്തിക്കാതെ, എന്താണെന്ന് പോലും അന്വേഷിക്കാതെ എത്ര പെട്ടെന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് കളഞ്ഞതായിട്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞത് അല്ലേ? അതെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പുറവിലൊക്കെ കളിക്കുന്നത് പകുതിയും ഭരണപക്ഷമില്ലെന്നല്ല, ഭരണപക്ഷമുണ്ട്, BJP ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് കളിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെയാണ് കളിക്കുന്നത്, അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. കാരണം അല്ലെങ്കിൽ ഇത് കോടതി വരെ ഇപ്പം ജാമ്യാപേക്ഷ പരിഗണിച്ചു രാഹുലിനെ. ഈ ഒരു കേസിൽ രാഹുൽ മാത്രം കുറ്റക്കാരല്ല. കാരണം ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം ഇത് ഒരു വ്യക്തി മാത്രം കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇപ്പം പാലക്കാട് ഇപ്പം രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്താണ്, രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് നൽകില്ല എന്ന് പറഞ്ഞത്? പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല, പുള്ളിയുടെ മേലുള്ളത് വെറും ആരോപണം മാത്രമാണെന്ന് കോടതി പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഇവർ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ? അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ പുറവിൽ കളിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് അല്ലേ? ഈ 1-2 പരാതികളായിട്ട് വന്നെന്ന് പറഞ്ഞല്ലോ, അത് പരാതിയായിട്ടല്ല ആദ്യം വന്നിട്ടുള്ളത്. എവിടെയും ഇത് പരാതിയായിട്ട് പോയിട്ടില്ല. 1-2 പരാതിക്കാരികൾ പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനൊരു പരാതി വരും എന്ന് പല ആളുകളും, ഇങ്ങനെ 2 പരാതിക്കാരികൾ മുമ്പിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുമെന്ന് മുമ്പേ പല ആളുകളും മനസ്സിലാക്കിയിരുന്നു. ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഉൾപ്പെടെയാണ് ഇത് മനസ്സിലാക്കിയിരുന്നത്. അപ്പം അത് കേൾക്കാത്ത പാതി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെങ്കിൽ അവർ ഉൾപ്പെടെ ഇത് പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നതെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ഇനി ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. കാരണം ഈ 2 പരാതിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ, പരാതികളായിട്ട് അവർ രംഗത്തോട്ട് വരുന്നതിന് മുമ്പേ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയും വന്നിരുന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ പരാതി ആയിട്ട് ഉന്നയിക്കുന്നതിൻ്റെ ഒരു ചേതവികാരം എന്താണെന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ എന്തുണ്ടെങ്കിലും കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, അങ്ങോട്ടാണ് പോകേണ്ടത്. അല്ലാതെ കുറച്ച് വാർത്താ മാധ്യമങ്ങളൊക്കെ വിളിച്ചിരുത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ അതിന് ഏതാണെങ്കിലും, ഇതൊന്നല്ല ഏത് കേസ് കിട്ടാനാണെങ്കിലും അതിൻ്റെ പുറവിലുള്ള ചേതവികാരവും ഉദ്ദേശം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നല്ല ഉദ്ദേശശുദ്ധിയോട് കൂടി മാത്രമല്ല, ഒരാളെ തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശശുദ്ധിയോട് കൂടി മാത്രമാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. ഇനി ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. രാഹുലിനെതിരെ പെട്ടെന്ന് നടപടിയെടുത്തു, 24 മണിക്കൂറിനകം നടപടിയെടുത്തു എന്നൊക്കെ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊക്കെ ശേഷം അന്ന് തന്നെ ഈ രാഹുൽ ഈശ്വറും അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, VD സതീശിൻ്റെ ആ ഒരു അഭിപ്രായത്തോട്. അപ്പോൾ ഞാൻ അത് ഇവിടെ നിന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ചോദിക്കാതെ തരവില്ല, ഓരോ വരിയായിട്ട് നമുക്ക് കേൾക്കാം. അല്ല, അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണല്ലോ. എന്താണ് ഏത് രീതിയിൽ അന്വേഷിക്കും? ഞങ്ങൾ അതിനൊന്നിനെയും ഞങ്ങൾ എതിർക്കില്ല. ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന നിലപാടാണ്. ഇല്ല സാർ, കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലും അത് അടയാളപ്പെടുത്തില്ല. തെളിവില്ലാതെ, പരാതി പോലും ഇല്ലാതെ ഒരാൾക്കെതിരെ നടപടി എടുത്തിട്ട് അത് ഏത് രാഷ്ട്രീയ ചരിത്രത്തിലാണ് രേഖപ്പെടുത്താൻ പോകുന്നത്? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. 10 പരാതിയിൽ 5 പരാതി റിനിക്കെതിരെയാണ്, 5 പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അതെല്ലാം തേർഡ് പാർട്ടി പരാതിയാണ്, 3-ാം കക്ഷി പരാതിയാണ്. നേരിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പെൺകുട്ടി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടില്ല. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ഞങ്ങൾ ആർക്കും അറിയാത്ത ഏതെങ്കിലും തെളിവ് അങ്ങനെയുണ്ടോ? ഈ പരാതി നൽകി 1-2 ദിവസത്തിനുള്ളിൽ തെളിവുകൾ അങ്ങേക്ക് കിട്ടിക്കഴിഞ്ഞോ? എന്താണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ നിലപാടെടുത്തിരിക്കുന്നത്. ഏത് ബോധ്യമാണ് സാർ? ഏത് ബോധ്യത്തിന്റെ ഇതിൽ നിന്നാണ് നിലപാടെടുത്തത്? അങ്ങയുടെ ആദരവോടെയാണ് ചോദിക്കുന്നത്. ഇനി ഞങ്ങളൊന്നും അറിയാതെ വേറെ ഏതെങ്കിലും വലിയ ചില തെളിവുകൾ അങ്ങയുടെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഏത് തെളിവിന്റെ കാര്യത്തിലാണ്? അവന്തികയുടെ കാര്യത്തിലാണോ? അവന്തികയുടെ കാര്യത്തിൽ പച്ചക്കള്ളം അവന്തിക പറഞ്ഞാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അവന്തിക പലരെയും കൊടുക്കാൻ ശ്രമിച്ചു, തെളിഞ്ഞു കഴിഞ്ഞു. റിനിയുടെ കാര്യത്തിൽ റിനിക്ക് എന്ത് മെസ്സേജാണ് അയച്ചത്? റിനിക്ക് ഏത് രീതിയിലാണ് ഇത് വന്നത്? എത്രയോ വർഷം മുമ്പാണ്. ഒരു സ്ക്രീൻഷോട്ടോ ചാറ്റോ എന്തെങ്കിലും ഉണ്ടോ? ആദ്യം ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞു, പിന്നീട് 2 പെൺകുട്ടികൾ പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞു. എവിടെ അതൊക്കെ? അവരെന്താ പരാതി കൊടുക്കാത്തത്? ഇതൊന്നും അന്വേഷിച്ച് കണ്ടെത്തുക തുടങ്ങിയ ചടങ്ങുകൾ, നടപടികളൊന്നും ഇല്ലേ? ഏത് രീതിയിലാണ് പിന്നെ അങ്ങയുടെ തെളിവുകളുണ്ട്, അങ്ങേക്ക് ബോധ്യമുണ്ട് എന്ന് പറയുന്നത്? കണ്ടല്ലോ, കറക്റ്റ് കാര്യം തന്നെയാണ് രാഹുൽ ഈശ്വറും പറയുന്നത്. കാരണം ഇത് പരാതിയായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് പരാതിയായിട്ട് പരിഗണിക്കുന്നത്? ഇത് ഒരു ആരോപണം മാത്രമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പുറവിലുള്ളത് വ്യക്തമായിട്ട് അന്വേഷിച്ചു മാത്രമേ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റൂ.
അല്ലാതെ ഒരു ആരോപണം, അങ്ങനെയാണെങ്കിൽ ആരോപണം വന്ന് പുറത്താക്കാനാണെങ്കിൽ ഈ വി ഡി സതീശനെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമല്ലോ. വി ഡി സതീശനെതിരെ ഇപ്പം എത്ര ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, എത്ര ആരോപണങ്ങൾ റീസെൻ്റായിട്ട് ആരോപണം വന്ന് നമ്മൾ കണ്ടായിരുന്നു, പൈസ മുക്കിയതുമായിട്ടുള്ള ആരോപണം. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനെയും പുറത്താക്കണമല്ലോ, സ്വയം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകണമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇത് ആരോപണമാണ്? കോടതി പോലും ഇതിനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിന് ജാമ്യം കൊടുത്തു. ഇത് ഒരാളെ മാത്രം കുറ്റമല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരം രണ്ടുപേരും അതിനകത്ത് രണ്ടുപേരെയും ഒരു പരസ്പര സമ്മതത്തോടു കൂടി നടത്തുന്ന ഈ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെറ്റല്ല എന്ന് കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് പിന്നെ തിരിച്ചെടുക്കുന്നില്ല? എന്തുകൊണ്ട് പാലക്കാട് രാഹുലിന് സീറ്റ് നൽകുന്നില്ല? പാലക്കാട് രാഹുലിന് സീറ്റ് നൽകിയില്ലെങ്കിൽ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും. ഇപ്പോൾ രാഹുലിന് പാലക്കാട് സീറ്റ് കൊടുക്കാതിരിക്കുന്നതും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിർത്തിയിരിക്കുന്നതും രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷേ രാഹുൽ എന്ന വ്യക്തിയിൽ നിന്ന് കോൺഗ്രസിനെ ഒരു കാരണവശാലും എടുത്തു കളയാൻ പറ്റത്തില്ല. അത് രാഹുൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തിലിരിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള മുതിർന്ന കുറച്ച് നേതാക്കന്മാർക്ക്, കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള കസേര മോഹികളായിട്ടുള്ള നേതാക്കന്മാർക്ക് ചിലപ്പോൾ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എടുത്ത് കളയായിരിക്കും. പക്ഷേ രാഹുൽ എന്നൊരു വ്യക്തിക്ക് രാഹുലിൻ്റെ മനസ്സിൽ നിന്ന് ഈ ഒരു പ്രസ്ഥാനത്തെ എടുത്ത് കളയാൻ പറ്റത്തില്ല. അത് രാഹുൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇതിനകത്ത് വേറൊന്നുമല്ല, കസേര മോഹികളായിട്ടുള്ള കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പം അവരൊക്കെ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ പോലെ ചൂടും ചുറുക്കൊക്കെ ഉള്ള ഇച്ചിരി കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ കയറി വരുവാണെന്നെങ്കിൽ, എന്നെക്കാളും മേലോട്ട് കയറി പോയി കഴിഞ്ഞാൽ അത് എനിക്ക് നാണക്കേടാണ്, എനിക്ക് അപമാനമാണ്. ഞാൻ ഇത്രയും വർഷം ഈ പാർട്ടിയിൽ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു കസേലയിൽ ഇരുന്ന് ഈ കസേലയിൽ ഇരുന്നിട്ടുണ്ടല്ലോ, ഇത്തുകൾ വരെ കിളിച്ചിട്ട് എന്നെക്കാളും താഴെ കിടന്നൊരാൾ മേലോട്ട് കയറി പോകാന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു അപമാനമാണ് എന്നുള്ളൊരു ചിന്തയാണ് ഇവരെയൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ കസേര വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു വാശി, അതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ തകർക്കാനെ കൊണ്ട് ഇതുപോലുള്ള ഈ റീനിയെ പോലെയുള്ളയും ഷഹനാസിനെ പോലെയുള്ളയും വെറും ഊളകളെ, അല്ലേ, ഒരു സ്വന്തം പാർട്ടിയോട് പോലും സ്വന്തം പ്രസ്ഥാനത്തിനോട് പോലും ഒരു ആത്മാർത്ഥതയില്ലാത്ത ഇവരെ പോലെയുള്ള ഈ ടീമുകളെയൊക്കെ വെച്ച് ഈ നാറിയ കളി കളിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ട് ഈ ഷഹനാസിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? ഇത്രയും ഒരു അച്ചടക്ക ലംഘനം നടത്തിയിട്ട് അച്ചടക്ക ലംഘനം മാത്രമല്ല, ഇപ്പോൾ ഉടായ്പകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വ്യാജമായിട്ടുള്ള ID കാർഡ് നിർമ്മിക്കുക, അതുപോലെ IAS എടുത്തെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ഉടായ്പകളൊക്കെ പൊളിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇതിനെതിരെ ഒരു തീരുമാനം എടുക്കുന്നില്ല? അപ്പം ഇവരെയൊക്കെ അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുക, രാഹുലിന് സീറ്റ് കൊടുക്കാതിരിക്കുക, പാലക്കാടേക്ക് രാഹുലിനെ വിടാതിരിക്കുക. ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിരിക്കുന്ന മുതിർന്ന നേതാക്കളായിക്കോട്ടെ, ഇവരെയൊന്നും അവരെയൊക്കെ സ്വന്തം നാട്ടിലേ അറിയൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ കേരളത്തിലെ മൊത്തവും എല്ലാ ജില്ലകളിലും അറിയും, എല്ലാ ജില്ലകളിലെ ജനങ്ങൾക്കും പ്രിയങ്കരനാണ്. കാരണം അതുപോലൊരു രാഷ്ട്രീയ നേതാവിനെയാണ് എല്ലാവർക്കും ആവശ്യം. കാരണം അതിൻ്റെ കണ്ണുകടിയാണ് ഇവർക്ക്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു വരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.